ഞാനും അമ്മയും കൂടെ കൂട്ടായിരുന്നു. അമ്മയുടെ പ്രായമാണോ അത്? കുറവാണോ? അപ്പൂപ്പനൊക്കെ ഉള്ള സമയത്ത് അല്ല, അമ്മയുടെ അച്ഛനില്ല, അപ്പൂപ്പാച്ചൻ. അപ്പൂപ്പാച്ചനൊക്കെ അവരുടെ അച്ഛനെയൊക്കെ പരിചയമുണ്ടല്ലോ. അല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തെല്ലാം അവരുടെ കുടുംബം എന്നല്ലേ പറഞ്ഞു? തെക്കേതിൽ. അതാ ഞാൻ ചോദിച്ചു. നമ്മളോട് വെള്ളം അടിക്കാനൊക്കെ ലാൽജിയുടെ അനിയന്മാരില്ലേ? ആരൊക്കെയാ? അല്ല, അവർക്കൊക്കെ എന്താ പണി? ലാൽജിയുടെ അനിയനൊക്കെ ഇല്ലേ, ഒരു ഡോക്ടറാ? ലാൽജിയുടെ അനിയനൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞാൻ ഓർക്കുന്നില്ല. അത് ഏറ്റവും ഇളവുണ്ട്. അവൻ്റെ പേരാ വിജയ്. അവനാണ് അവിടെ കടയിട്ടിരിക്കുന്നത്. നമ്മളവിടെ വെള്ളം അടിക്കാൻ ബിജി എന്ന് പറഞ്ഞൊരുത്തന്നെ, ഏറ്റവും ഇളയത്. ബിജി ഇച്ചിരി ലൂസൊക്കെ ഉള്ള അല്ലേ? അവൻ എന്നിട്ട് ഗൾഫിൽ എന്തൊക്കെ പോയി, തിരിച്ചു വന്ന് അവിടെ കടയിട്ട്. ബിജി എന്നുണ്ട്. ഉണ്ട്, ഒരു കടയുണ്ട്. അവനാണ് അവിടെ ഉള്ളത്. സ്റ്റേഷനറി കട പോലെ ഒരു എന്താ അങ്ങോട്ട് പോലെ. എനിക്ക് ലേഡീസ് സ്റ്റോർ പോലെ എന്താ ലാവണ്യ എന്നൊക്കെ പറഞ്ഞ ലാവണ്യ. അയാളൊക്കെ ഇടയ്ക്ക് നടന്നു പോകുന്ന കാണാം. പല്ലക്കലുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പ്രായമായി. മറ്റേ ബാലൻ നമ്മൾ കളിക്കാനൊക്കെ ഒക്കെ ഉള്ളതാണ്. അന്ന് തന്നെ മുടിയൊക്കെ നരച്ചൊരു മാറ്റി ഉണ്ടായിരുന്നത്. അവന് ഈ കൈകൊണ്ട് നോക്കി ലോട്ട് കച്ചവടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവനെ ഒരു ദിവസം എന്തോ യാദൃശ്യത്തിന് ഞാനും കണ്ടു. എന്റെ മനസ്സിലായിരുന്നു. അന്നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ലോട്ടറി എടുക്കും. ഞാനുണ്ടായിരുന്നു. പുള്ളിക്ക് വെള്ളമൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു അല്ലേ? ആയിരുന്നു. ഇഷ്ടം പോലെ കടകളല്ല. അന്ന് അവരുടെ കടയായിരുന്നു മെയിനായിട്ട് ലാവണ്യ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വലിയ ഇതെല്ലാം ആയിട്ട്